ഭാസ്കര നിൽക്ക്. അവരങ്ങനെയൊക്കെ പറയും, വിവരമില്ലാത്തോണ്ടല്ലേ. ഭാസ്കരൻ വേണ്ട, സാരമില്ല. ഭാസ്കര, ഞാനല്ലേ വിളിക്കുന്നത്. അവർക്ക് വേണ്ടി ഭാസ്കരനോട് ഞാൻ മാപ്പി ചോദിക്കാം. നിങ്ങൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. നിങ്ങളോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഞാൻ കാതുകുത്തുന്ന ഇഷ്ടമില്ലെങ്കിലും അവരത് പറഞ്ഞാൽ മതിയായിരുന്നു. അവർ പറഞ്ഞതൊക്കെ നുണയാ. ഞാൻ കാതുകുത്തിയിട്ട് ഇന്ന് വരെ ഒരു കുഞ്ഞിൻ്റെയും കാത് പഴുത്തിട്ടില്ല. കുഞ്ഞുങ്ങളുടെ കാതിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ വേദനിക്കുന്നത് തട്ടാൻ്റെ നെഞ്ചില, ചോര പൊടിയുന്നത് അവൻ്റെ മനസ്സിലാ. അതവർക്കറിയില്ല. ഇതെന്താ ഒരുക്കുന്നത്? എന്റെ മനസ്സ്. ടീച്ചർ എന്താ വന്നത്? അല്ല, എന്റെ ഈ കാതിന് ഭയങ്കര വേദന. വേദന വന്നാൽ പിന്നെ കമ്മലിട്ട സ്ഥലത്ത് നീര് വരും. അതിനു മുമ്പ് ഇതൊന്ന് അഴിച്ചെടുക്കാന്ന് വെച്ചപ്പോ തൊടാൻ വയ്യ. ഇതൊന്ന് അഴിച്ചു തരുമോ? അങ്ങനെ നീരൊന്നും ആയിട്ടില്ല. നേരത്തെ ഇടുമ്പോ പിരി തെറ്റിട്ടുണ്ടാവും. ഇനി എന്താ വേണ്ടേ? അല്ല, ഇനിയിപ്പോ വേദന മാറാതെ ഈ കമ്മലിടാൻ പറ്റില്ല. ചെറുപ്പത്തിൽ കമ്മലില്ലാത്തപ്പോ അമ്മ തുളസിക്കമ്പ് പൊട്ടിച്ച് കാതിലിട്ട് തരാറുണ്ട്. അതാ ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നുന്നു. പിന്നെ തുളസി മരുന്നല്ലേ ടീച്ചറെ? അതെ, ഏതായാലും കുറെ നാളത്തേക്ക് ഇതിടാൻ പറ്റില്ലല്ലോ. പിന്നെന്തിനും വെറുതെ കൈ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് തന്നാൽ. അല്ല, വെറുതെ വെക്കുന്നതിനേക്കാൾ ഭേദമല്ലെന്ന് വിചാരിച്ചിട്ടാ. ടീച്ചർക്ക് പണത്തിന് ആവശ്യമുണ്ടല്ലേ? എത്ര വേണ്ടി വരും? ഇതിന് എന്താ കിട്ടുമെന്ന് വെച്ചാൽ, അച്ഛൻ അസുഖം കൂടുതലാണെന്ന് എഴുത്തു വന്നിരുന്നു. പ്രഷറിന്റെയാ. നാട്ടുവൈദ്യം നിർത്തി ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. മരുന്നിനൊക്കെ ഇപ്പോ സ്വർണത്തിനേക്കാൾ വിലയാ. ടീച്ചർക്ക് വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മയില്ല, താഴെ 2 അനിയന്മാരുണ്ട്. 2 ആള് സ്കൂളിൽ പഠിക്കുക. സത്യം പറഞ്ഞ എന്റെ വരുമാനം കൊണ്ടാ കുടുംബം കഴിയുന്നത്. കുട്ടികളിൽ നിന്ന് കിട്ടുന്നതിന്റെ പകുതിയോളം ഇവിടെ താമസിക്കുന്ന വീട്ടിൽ കൊടുക്കണം. ബാക്കിയൊക്കെ അങ്ങോട്ട് അയക്കും. ഞാനിതൊന്നും വാങ്ങാറില്ല. മാത്രമല്ല, ടീച്ചർക്ക് ആവശ്യമുള്ള അത്ര പണമൊന്നും എൻ്റെ കയ്യിൽ കാണില്ല. എന്നാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. ഒരു പെൺകുട്ടി വളരെ സന്തോഷമായിട്ട് കാതിലിട്ടിരുന്ന കമ്മലാണ് ഇത്. നമ്മൾ വാങ്ങണത് ശരിയല്ല. അവർക്ക് പണത്തിന് അത്യാവശ്യമുണ്ട് ആചാര്യ. അച്ഛന് സുഖമില്ലാത്രേ. ഇങ്ങനെയുള്ള സമയത്തൊക്കെ അല്ലേ നമ്മൾ സഹായിക്കേണ്ടത്? സഹായിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞ ഈ കമ്മല് ഞമ്മക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത്? പിടിക്ക്, പിടിക്ക്. ഇതും പിടിക്ക്. ഇത് 500 ഉറുപ്പികയുണ്ട്. ഇത് ഓക്ക് കൊണ്ട് കൊടുക്ക്. പിന്നെ ഇത് ഏത് വകയിലാണ് കൊള്ളിക്കേണ്ടത് എന്നറിയോ? കടായിട്ട് മതി. ടീച്ചർ തന്നില്ലെങ്കിൽ ഹാജിയാരുടെ കട ഞാൻ വീട്ടിക്കോളാം. അവിടെയാണ് എനക്ക് തെറ്റുപറ്റിയത്. ഇത് കട അല്ല. ഓള് ഡാൻസ് കളിക്കുന്ന മുറിയുണ്ടല്ലേ, അതിന്റെ വാടകയായിട്ട് ഓള് ഞമ്മക്ക് കുറച്ച് കാശ് തന്നിട്ടുണ്ട്. അതിന് കുറച്ച് കാശ് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണെന്ന് കരുതിക്കോട്ട്. അയ്യത്താവണേന് മുമ്പ് നമ്മുടെ ബാപ്പ ആശുപത്രിയിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അന്ന് നമ്മൾ അനുഭവിച്ച വേദന പടച്ചോന് മാത്രമേ അറിയൂ. ചുമ്മാ നോക്കി നിൽക്കാണ്ട് അത് പെണ്ണുകൊണ്ട് കൊടുപ്പാ. ടീച്ചർ കമ്മല് കയ്യിൽ വെച്ചോളൂ. 500 രൂപയുണ്ട്. ഇനിയും വല്ല ആവശ്യം വരികയാണെങ്കിൽ ആരെങ്കിലും പറഞ്ഞേച്ചാ മതി. ഞാൻ ഉള്ളത് കൊടുത്തേക്കാം. ഹാജിയാരോട് കുറച്ച് കാശ് കടമായിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആവശ്യം പറഞ്ഞപ്പോ ഹാജിയാർ പറഞ്ഞു കട ആക്കണ്ടെന്ന്. പലപ്പോഴായി ടീച്ചർ കൊടുത്ത വാടക തന്നെയാ ഇത്. എന്നാ സമയം കളയണ്ട. 5 മണിക്ക് മുമ്പ് അക്കരെ ചെന്നാലേ ബസ് കിട്ടും. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല.
മറക്കണം, മറന്നേ പറ്റൂ. ഓർമ്മിക്കാൻ വേണ്ടി ഞാനിപ്പോ ആർക്കും ഒന്നും ചെയ്തു കൊടുക്കാറില്ല. ഭഗവതി, ഏട്ടന് നല്ലത് വരുത്തണേ. രക്ഷയില്ല. രുതിരം സർവഭൂഷണം, ശിവം ഭസ്മതുല്യം, ഏവം ക്ഷണഭങ്കുരം, ഗോവേ നഹി നഹി നഹി. അല്ല, ഇതൊന്ന് മലയാളത്തിൽ പറഞ്ഞൂടെ? അത് ഞാനല്ലോ മൂപ്പരല്ലേ പറയണ്ടത്. നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം. രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ എന്താ? അതെന്താ നിങ്ങൾക്ക് അറിഞ്ഞൂടാ? സർവഭൂഷണം രുതിരം, അത്ര തന്നെ. അല്ല, രുതിരം സർവഭൂഷണം എന്ന് വെച്ചാ മേലാകെ രക്തം കൊണ്ട് നനഞ്ഞ് നനഞ്ഞ് ശിവം ഭസ്മതുല്യം, പരമശിവന്റെ നെറ്റിയിലെ ഭസ്മത്തിന് തുല്യമായിക്കൊണ്ട്, ഏവം ക്ഷണഭങ്കുരം, എത്ര പെട്ടെന്ന് ഇല്ലാതായോ, ഗോവേ നഹി നഹി നഹി, പശു ഈ ലോകത്തെവിടെയും നഹി നഹി നഹി. പല്ലിയലിച്ച് കേട്ടോ, സത്യം. എന്ന് വെച്ചാ തന്റെ പശുവിനെ ഏതോ മുട്ടാളനായ കശാപ്പുകാരൻ പിടിച്ചു കെട്ടി കൊന്ന് ഇറച്ചി വിറ്റ് എല്ല് കരിച്ച് ഭസ്മമാക്കിന്ന് സാരം. എന്നാലും രാശി ഉഗ്രനാ. തന്റെ കഷ്ടകാലമെല്ലാം തീരാൻ പോവാ. ഈ മേടം 15 മുമ്പ് തന്റെ പശു കച്ചവടം അഭിവൃദ്ധിപ്പെടും. താൻ വലിയൊരു ഗോശാലയുടെ മേലാധികാരിയാവും. 100 കണക്കിന് പശു, 1000 ലിറ്റർ പാല്, ലോറിക്കണക്കിന് ചാണകം. പിന്നെ താൻ ആരാ? അതോടെ തന്റെ കല്യാണം നടക്കും. പിന്നെ വെച്ചടി വെച്ചടി കയറ്റമല്ലേ. ഒന്ന് പോ പണിക്കരെ, നിങ്ങളടുത്ത് കവടി തെറ്റിപ്പോയി. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 7 കൊല്ലം കഴിഞ്ഞു. അത് ഞാൻ മറന്നു. നല്ല ഐശ്വര്യമുള്ള വണ്ടിയാ സാറേ. ഇത് എസ്റ്റേറ്റിൽ ആദ്യത്തെ ലോഡും കൊണ്ടുവന്നതിന് ശേഷമാണ് കരുണാകരൻ മുതലാളി വഴിക്ക് വഴി 7 ലോറി വാങ്ങി കൂട്ടിയത്. നല്ല വർക്കത്തുള്ള വണ്ടിയാ, പേടിക്കാനേ ഇല്ല. കണ്ണും തുറന്നിരുന്നിട്ടാ ഉറങ്ങണേ? കുളിക്കണമെന്ന് പറഞ്ഞിട്ട് നേരെ എത്രയായി? ഇന്ന് കുളിയൊന്നും വേണ്ടേ? ഉച്ചയാവാറായി. നിന്റെ ഈ മാല എത്ര പവനാന്ന് പറഞ്ഞത്? 10 പവൻ. എന്താ വിശ്വാസം വരുന്നില്ലേ? അതൊന്ന് അഴിച്ചേ. എന്തിനാ? ഇതുപോലൊരെണ്ണം നിനക്ക് പണിയിക്കാനാ. അയ്യോ, എന്നാ ഇതുപോലെ വേണ്ട. 10 പവന്റെ ഒരു നെക്ലേസ് പണിയിച്ചാ മതി. അതാ ഇതിലും ഭംഗി. ഞാനും അത് തന്നെ വിചാരിച്ചത്. ഏതായാലും ഒരു കാര്യം ചെയ്യാം. ഇത് വിറ്റിട്ട് ഞാനൊരു ലോറിക്ക് കുറച്ച് പണം കൊടുക്കും. ആ ലോറി കോയമ്പത്തൂർ ബോംബെ റൂട്ടിൽ ഓടി വന്നാൽ എന്റെ കയ്യിൽ പണം വരും, നിന്റെ കഴുത്തിൽ നെക്ലസും വരും. ആ, അങ്ങനെ ഇപ്പൊ വേണ്ട. ഇത് വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെന്റെ അച്ഛൻ തന്നതോ. അയ്യാ, അവിടെ ഒരച്ഛൻ ദുബായിന്ന് കേട്ടപ്പോ നിന്റെ തന്ത ഒരു പത്രാസിന് കെട്ടി തന്നാലേടി ഇത്. എന്നാലും ഇതെന്നെ വിൽക്കണമെന്നുണ്ടോ? ആ, ഉണ്ട്.
ഇരിക്ക്. ഓ. പിന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. മോളുടെ കാതുകുത്തൊക്കെ കഴിഞ്ഞോ? അതിന്റെ പേരില് ഭാസ്കരന് ഇപ്പോഴും എന്നോട് ദേഷ്യം കാണും അല്ലേ? ഏയ് നല്ല കഥ. ഞാനതൊക്കെ എന്നേ മറന്നു. മറ്റുള്ളവർക്ക് എതിർപ്പില്ലെങ്കിൽ വിളിച്ചാൽ ഞാൻ ഇനിയും വരും. കാത് കുത്തണോ മൂക്ക് കുത്തണോ അതാ ഞാൻ. ഞാനൊരു ലോറി വാങ്ങാനുള്ള ആലോചനയല്ല. ഒന്ന് രണ്ടരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ പണത്തിന് ചെറിയൊരു ഞെരുക്കം വന്നു. അല്ല, ഭാര്യയുടെ കയ്യിൽ ആഭരണങ്ങൾ പറയണ്ടേ? ഇപ്പോഴെങ്ങനെ സ്വർണത്തിന്റെ നിലവാരം? നല്ല മാർക്കറ്റ് അല്ലേ? ഇന്ന് 120 കയറ്റം. അങ്ങോട്ടോ ഇങ്ങോട്ടോ? അങ്ങോട്ട്. എത്രയുണ്ട്? അത് ശരിക്കും പറഞ്ഞ ഒരു 10 പവൻ. ദാ, ഇതാണ് ഉരുപ്പടി. ഞാനല്ല പണിയിച്ചത്. കല്യാണത്തിന്റെ പേരിൽ അവളുടെ അച്ഛൻ സമ്മാനിച്ചതാ. ഞാൻ ഈ സ്വർണത്തിന്റെ കാര്യത്തിൽ അത്ര നിർബന്ധമുള്ള ആളല്ല. ഇപ്പോഴാവശ്യം വന്നില്ലേ? അതാ സ്വർണത്തിന്റെ മഹത്വം. എന്നാലും ഇതൊരൊറ്റ ഉരുപ്പടിയായിപ്പോയി. ഉരുക്കുമ്പോ മാറ്റ് കുറയും. അത് സാരമില്ല. സാധനം ഞാൻ എടുക്കാമെന്ന് വെച്ചാ ടൗണിൽ ജ്വല്ലറി കൊണ്ടുപോയി പണമാക്കാം. ഇപ്പൊ മാർക്കറ്റിലുള്ള വിലയും തരാം. പക്ഷെ എനിക്ക് പ്രശ്നമൊന്നും വരരുത്. ഹേയ്, എന്തു പ്രശ്നം? അല്ല, ആരെങ്കിലും ഈ പേരും പറഞ്ഞ് ഇവിടെ വരികയോ ബഹളം വെക്കുകയോ ഒന്നും പാടില്ല. ഇതൊരു സ്ത്രീധന ഉരുപ്പടിയായി പോയില്ലേ, അതായി പേടി. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്കേ ആ ഭാസ്കരന്റെ കടയിലൊന്നും കയറിയിട്ട് വരാം. നിങ്ങൾ നടന്നോ? നിങ്ങൾ നടന്നു.